പൂർണ്ണമായി നിങ്ങൾ കാണണം. ഈ നടിയൽ രീതിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവസാനം ഒരു ടിപ്പ് പറഞ്ഞു തരും നിങ്ങൾക്ക്. ഒരു തക്കാളി തൈ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വരും. ആദ്യമായി ഒരു ചട്ടിയിൽ കുറച്ച് മണ്ണ്, കോഴിക്കാരം, ചാണകപ്പൊടി ഇത്രയും കൂടെ നമ്മൾ മിക്സ് ചെയ്യും. ഒരു ചട്ടി എടുക്കണം. നല്ല ഹോളൊക്കെ ഉള്ള ചട്ടിയായിരിക്കണം. പ്ലാസ്റ്റിക്കാണ്. എന്നിട്ട് നമ്മൾ 2 ഓട് ഇതുപോലെ 2 ഓടെടുത്ത് ഈ വെള്ളം പോകുന്ന ഭാഗത്ത് ഈ ഹോള് അടയ്ക്കണം. ഇല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ മണ്ണിടുമ്പോൾ വെള്ളം ഇതിനകത്ത് കെട്ടി നിന്ന് ചെടി പെട്ടെന്ന് അഴുകി പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ ആദ്യം 2 ഓട് കൂടെ വയ്ക്കണം. വച്ചതിന് ശേഷം ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഈ ചട്ടിയുടെ അരഭാഗത്തോളം നിറയ്ക്കണം. അരഭാഗം നിറച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇനി നമുക്കിതിന് വളങ്ങൾ പ്രയോഗിക്കേണ്ടതാണ്. അത് കാരണം അര ഭാഗം നിറയ്ക്കണം. അങ്ങനെ 2 എണ്ണം ചേർത്ത് നട്ടു. ഒരാഴ്ച കഴിയുമ്പോൾ ഇത് മുളയ്ക്കാൻ തുടങ്ങും. പുതിയ ഇലകൾ വരാൻ തുടങ്ങും. പുതിയ വേരുകൾ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വളമിട്ട് മണ്ണ് കൊണ്ട് മൂടി പുതച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് പുത ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അതിന് തണൽ കിട്ടും, വെള്ളം നിൽക്കും. അതിലേക്ക് വേണ്ടി നമ്മൾ പരിചരിക്കുന്നത് പോലെ ഇരിക്കും നമ്മളെ തക്കാളി വളരുന്നത്. ഇതാണ് സൂഡോമോണസ്. ഇതിൻ്റെ ഉപയോഗം എന്നത് ചെടികൾ ഇല വാടി നിൽക്കുന്നതും ഇല മഞ്ഞളിച്ചൊക്കെ ഒരുമാതിരി നിൽക്കുന്നതും പിന്നെ ഈ തണ്ട് അഴുകി പോകുന്നതും പിന്നെ ഈ പൂക്കൾ വന്നിട്ട് അതും ഉടൻ അത് കൊഴിഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾക്ക് ഇത് 20 മില്ലി എടുത്ത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ, ഇലയുടെ അടിയിലാണെങ്കിൽ അടിയിൽ, മീതെയും തണ്ടിലൊക്കെ സ്പ്രേ ചെയ്താൽ ഈ രോഗം മാറിക്കിട്ടും. ഇത് ട്രൈക്കോഡർമ പൂപ്പൽ രോഗത്തിന് പറ്റിയ ഒരു ജൈവ കീടനാശിനിയാണിത്. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ 10 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഒരു സ്പ്രേറിലാക്കി ചെടിയുടെ എല്ലാ ഭാഗത്തും നന്നായി തളിച്ചു കൊടുക്കണം. മഴ വരുന്നതിന് മുമ്പോ മഴയ്ക്ക് ശേഷമോ ആണ് ഇത് ഉപയോഗിക്കേണ്ടത്. എന്നാലേ നമുക്കിതിൻ്റേതായ നല്ല ഫലം കിട്ടും. ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. പ്ലസ് പുഷ്പിക്കുന്ന എല്ലാ ചെടികൾക്കും ഇത് ഉത്തമമാണ്. 10-15 ദിവസം ഇടവിട്ട് 5 മില്ലി ലിറ്റർ എടുത്ത് വെള്ളത്തിൽ ചേർത്ത് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ചെടികളും നന്നായി പുഷ്പിക്കും. കുമ്മായം ഇത് 1-2 സ്പൂൺ അളവിന് എടുത്ത് എല്ലാ ചെടികളുടെ മൂട്ടിൽ നമ്മൾ ഏത് ചെടി നട്ടാലും അതിൻ്റെ മൂടുകളിൽ ഇതിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ മണ്ണിലുണ്ടാകുന്ന എല്ലാ കീടങ്ങളും നശിച്ചു പോകും. മണ്ണ് ഫലപുഷ്ടമായി തന്നെ എപ്പോഴും ഇരിക്കും. ഒരു കുപ്പി എടുക്കണം. കുപ്പി എടുത്തതിന് ശേഷം ഇതിൽ 1 ലിറ്റർ വെള്ളം, ഇതിലിപ്പോൾ 3/4 ലിറ്ററേ കൊള്ളത്തുള്ളൂ, എന്നാലും 3/4 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ലായനി ഏത് കീടനാശിനി ആയാലും ഇതിപ്പോൾ 5 മില്ലി എടുത്ത് നമ്മളിതിൽ ഇങ്ങനെ ഒഴിച്ച് തിരിച്ചിത്തിരി കൂടെ വെള്ളം ഒഴിച്ച് അങ്ങോട്ടാക്കി ഇതെല്ലാം അതിൽ വരത്തക്കവണ്ണം ആക്കിയതിന് ശേഷം കുപ്പിയുടെ അടപ്പിൽ നല്ല ഹോളുകൾ ഇടണം. ചെറുതായി സൂചിയോ പിന്നോ എന്തെങ്കിലും വെച്ച് ചെറിയ ഹോളുകൾ ഇട്ടതിന് ശേഷം ഇതിൽ വെച്ച് അടയ്ക്കണം. അടച്ചതിന് ശേഷം നമുക്ക് ഇത് വെച്ച് തന്നെ നന്നായി സ്പ്രേ ചെയ്യാം. കണ്ടോ, എല്ലായിടവും എത്തും. ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പ്രേയർ തന്നെ വേണമെന്നില്ല. ഇതും ഉത്തമമായ ഒരു ഉപാധിയാണ്. നമുക്ക് എപ്പോഴും ലഭിക്കുന്ന ഒരു സാധനമാണ് കുപ്പി. അതുകൊണ്ട് ഇതും നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയും ഞങ്ങൾ ഉടൻ വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ബൈ.